കൊല്ലത്ത് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോഴും രോഗവിവരം പുറത്തുവിടാതെ ആരോഗ്യവകുപ്പ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രികളിലും രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. ഈ വർധനവുണ്ടാകുമ്പോഴാണ് സർക്കാരിന്റെ ഒളിച്ചുകളി. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലാണ് ജില്ലയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നത്. ഡെങ്കുവും എലിപ്പനിക്കുമൊപ്പം വൈറൽ ഫീവർ കൂടി പടർന്നു പിടിച്ചതോടെ ജനങ്ങളും ദുരിതത്തിലായി. ഒട്ടുമിക്ക പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലുമെല്ലാം ഒപികൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആണ്. എന്നാൽ രോഗബാധിതരുടെ കൃത്യം കണക്ക് സർക്കാരിൻ്റെ പക്കലില്ല എന്നാണ് വിമർശനം. മൊത്തം ഡെങ്കു ബാധിതരുടെ കണക്കുകളും ആരോഗ്യവകുപ്പ് പുറത്തുവിടാൻ തയ്യാറാകുന്നുമില്ല. രോഗികളുടെ എണ്ണം പുറത്തറിഞ്ഞാൽ സർക്കാരിന് മാനക്കേടുണ്ടാകും എന്നതിനാലാണ് വിവരം മറച്ചു പിടിക്കുന്നതെന്നാണ് ആക്ഷേപം. സർക്കാരിൻ്റെ കൊടിയ അനാസ്ഥയാണ് ജില്ലയെ ഒന്നാകെ രോഗത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളോ പ്രതിരോധ പ്രവർത്തനങ്ങളോ നടത്തുവാൻ അധികൃതർ തയ്യാറായില്ല. ഇതാണ് രോഗം പടർന്നു പിടിക്കാൻ കാരണമായി വിലയിരുത്തുന്നത്. പല സ്ഥലങ്ങളിലും രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇൻഡോർ സ്പ്രേയിങ്ങോ ഫോഗിങ്ങോ നടത്തുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശുപത്രികൾക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. മാത്രമല്ല, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ഉടൻ തയ്യാറായില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്കാകും ജില്ലയെ തള്ളിവിടുക. ജനം, കൊല്ലം.